ബെസ്റ്റ്. അല്ലാതെ കുണുവാവയെ കൊണ്ട് കോർപ്പറേഷൻ മൊത്തം വിഴുങ്ങിയതല്ല കാരണം. ഇനി അവിടെ നിന്ന് അടിച്ചു മാറ്റാത്തതായി വല്ലതും ഉണ്ടോ സഖാവി? അവരും അവരുടെ കെട്ടിയോനും കാണിച്ച പട്ടിഷോയ്ക്കെതിരെ ഒരു വാക്ക് നിങ്ങൾ പാർട്ടി മുതലാളിമാർ മിണ്ടിയോ? എത്രമാത്രം ജനങ്ങളിടയിൽ അത് അവമതിപ്പുണ്ടാക്കി എന്ന് നിങ്ങൾക്കറിയാമോ? ജില്ലാ കമ്മിറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പാർട്ടി മുതലാളിമാർ അടിമുടി അവരെ സംരക്ഷിച്ചു. ഇപ്പോഴും അവർക്ക് അതിൻ്റെതായ ധാർഷ്ട്യമുണ്ട്. പിന്നെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷി ഒരു പാർട്ടികൾക്കും എല്ലാ ജനങ്ങളും അടിയറവ് വെച്ചിട്ടില്ല. പാർട്ടി അടിമകളല്ല എല്ലാവരും. മതജാതി വർഗങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന വലിയ വിഭാഗമുണ്ട്. അവരോരോ തവണയും അവരുടെ ഒരു കാലിലെ മന്തെടുത്ത് മറ്റേ കാലിൽ വെക്കും. പക്ഷേ ഫലം ഒന്ന് തന്നെയാണെങ്കിലും അതവരുടെ ഒരു ആഗ്രഹമാണ്. എന്നെങ്കിലും പ്രാവർത്തികമായെന്നിരിക്കും. ഈ പ്രാവശ്യം BJP കയ്യിൽ ഭരണം കൊണ്ടു കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്കതിൻ്റേതായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. പിന്നെ ഈ ക്രിസ്മസ് തീറ്റ മത്സരം കഴിഞ്ഞല്ലോ. എല്ലാ പൗരപ്രമുഖരും നാട്ടാരുടെ ചിലവിൽ തിന്നുകൂടി ചേമ്പക്കം വിട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ലോക ഉഡായിപ്പ് സഭ വരുന്നുണ്ട് 12 കോടി ചിലവിൽ. ഇനി 3-4 മാസമേ ഉള്ളൂ. ഉള്ള സമയം കൊണ്ട് കംപ്ലീറ്റ് കടുംവിട്ട് വെട്ടണം രാജാവി. അല്ല, ഇതൊക്കെ കൊണ്ടേ ഇത് ആരുടെ പേരില്ല? പ്രവാസികളുടെ പേരിൽ. അവർക്ക് എന്തുവാണ് സഖാവി നേട്ടം? അതുകൂടൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. എന്നാൽ സലാം നടക്കട്ടെ.